സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ടെൻസസ് അതാണ് ഇന്ന് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഫ്യൂച്ചർ ടെൻസിനേക്കാൾ അധികം ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസസ് ആണ്. ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഊഹിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായി മനസ്സിലാവും. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന സെൻറ്റൻസസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, അങ്ങനെ ചെയ്യരുത്. കാരണം മലയാളത്തിൽ പറയുന്ന രീതിയിലാവില്ല പലപ്പോഴും ഇംഗ്ലീഷിൽ നമ്മൾ കാര്യങ്ങൾ പറയാം. അതേ അർത്ഥം വരുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. അച്ഛൻ്റെ ഫ്ലൈറ്റ് 7:30 വരുന്നത്. ഇത് ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. 7:30 ഫ്ലൈറ്റ് വരും എന്നാണ് നമുക്ക് പറയേണ്ടത്. ഏത് ടെൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യാം? നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമായ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ട്രെയിൻ വരുന്നത്, ഫ്ലൈറ്റ് വരുന്നത്, ബസ് വരുന്നത്, അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്നത്, സ്കൂൾ അടയ്ക്കുന്നത്, ഷോപ്സ് തുറക്കുന്നത്, ഇതെല്ലാം ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ടൈം ടേബിൾഡ് ഇവൻറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമായ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. നമുക്ക് കാര്യമായ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല ഈ കാര്യങ്ങളുടെ മേൽ. ട്രെയിൻ എപ്പോൾ വരും, ഫ്ലൈറ്റ് എപ്പോൾ വരും, ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ സമയത്ത് ചെന്നാലും ചെന്നില്ലെങ്കിലും ശരി, ട്രെയിൻ അതിൻ്റെ സമയത്ത് പോകും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പേഴ്സണൽ ഡിസിഷൻസോ പേഴ്സണൽ അറേഞ്ച്മെൻറ്റ്സോ ഒന്നുമല്ല. ഇങ്ങനെ ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ അച്ഛൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഡാഡ്സ് ഫ്ലൈറ്റ്. അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് ഇല്ല കേട്ടോ. ദ ഡാഡെന്നോ ഡാഡ് എന്നൊന്നും അല്ല പറയുന്നത്, ഡാഡ് എന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ ഫാദർ എന്ന് പറയാം. ഡാഡ്സ് ഫ്ലൈറ്റ് 7:30 വരുന്നത് എന്നാണ് പറയുന്നത്. വരുന്നതിന് നമുക്ക് ഫ്ലൈറ്റ് വരുന്നതിനും ട്രെയിൻ വരുന്നതിനൊക്കെ നമുക്ക് അറൈവ് എന്ന് പറയാം. ഡാഡ്സ് ഫ്ലൈറ്റ് അറൈവ്സ് അറ്റ് 7:30. ഇവിടെ നമ്മൾ അറൈവ് എന്ന വെർബിന് ശേഷം ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഇങ്ങനെ വേർബ്സിന്റെ അവസാനം നമ്മളൊരു എസ് ആഡ് ചെയ്യും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വെർബിന്റെ കൂടെ ഇങ്ങനെ എസ് ആഡ് ചെയ്യില്ല. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഇത് നിർബന്ധമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അച്ഛൻ വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ് വരുന്നത്. ഇതെങ്ങനെയാ പറയുന്നത്? ഇതും നടക്കാൻ പോകുന്ന കാര്യമാണ്. നടക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷെ തീരുമാനം ഇപ്പോഴേ ഉണ്ട്. അച്ഛൻ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും, അച്ഛൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അറേഞ്ച്മെന്റ്സ് എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. സംഭവിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിലാണെങ്കിൽ പോലും അച്ഛൻ വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്തിയിട്ടുണ്ട്, പേഴ്സണൽ അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആൾറെഡി നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു തീരുമാനം ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ ഫ്യൂച്ചർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച എന്നാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം B+ing ആണ്. ബി എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസ് ആവാം, ആം ആവാം, ആർ ആവാം. പാസ്റ്റ് കണ്ടിന്യൂസിൽ ബി എന്ന് പറയുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ ആണ്. ബി എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കുക അത് ഈസ്, ആം, ആർ, വാസ്, വേർ, ഈ 5 ഓക്സിലറീസ് വരുന്ന ഒരു ഫാമിലിക്കാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഈസ് ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോഴാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഐ ആകുമ്പോഴാണ് നമ്മൾ ആം ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് അച്ഛനാണ്, ഡാഡ്. ഡാഡ് ഈസ് അറൈവിങ് വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ബൈ ദ ഈവനിങ് ഫ്ലൈറ്റ്. ഡാഡ് ഈസ് അറൈവിങ് ബൈ ദ ഈവനിങ് ഫ്ലൈറ്റ്. വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ് അച്ഛൻ വരുന്നത്. നമ്മൾ ബസ്സിന് വരുന്നതിന് ബൈ ദ ബസ് എന്ന് പറയും, ട്രെയിനിന് വരുന്നതിന് ബൈ ദ ട്രെയിൻ എന്ന് പറയും, കാറിന് വരുന്നതിന് നമ്മൾ ബൈ ദ കാർ എന്ന് പറയും. പക്ഷെ നടന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയാം ഓൺ ഫുട്ട് എന്നാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ബൈ അല്ല ഉപയോഗിക്കുന്നത്, ഓൺ ഫുട്ട് എന്നാണ് പറയാം. ഞാൻ സാധാരണ സൺഡേ ജോലി ചെയ്യാറില്ല. ഇതെൻ്റെ ഒരു ഹാബിറ്റാണ്, ഒരു റുട്ടീൻ. ഹാബിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ സാധാരണ സൺഡേ ജോലി ചെയ്യാറില്ല എന്നെങ്ങനെ പറയും? സബ്ജക്റ്റ് ഇവിടെ ഞാൻ ആണ്, ഐ. സാധാരണ, യൂഷ്വലി, നമുക്ക് ആ അഡ്വർബ് അവിടെ യൂസ് ചെയ്യാം. ജോലി ചെയ്യാറില്ല, ജോലി ചെയ്യും എന്നതിന് നമ്മൾ എങ്ങനെയാ പറയാം? വർക്ക് അല്ലേ? ഐ വർക്ക് ഓൺ സൺഡേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാറുണ്ട് എന്നാണ്. നമുക്കിവിടെ പറയേണ്ടത് ജോലി ചെയ്യാറില്ല എന്നാണ്. അതായത് നമുക്കൊരു നെഗറ്റീവ് വെർബാണ് വേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ്സ് ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഓക്സിലറി ഉപയോഗിക്കും. ഡു ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ഡസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്, അത് സിംഗുലർ ആണ്. പക്ഷെ ഐയുടെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്, ഡസ് അല്ല. ഇത് ഓർത്തിരിക്കുക.
അപ്പം ഞാൻ സൺഡേ സാധാരണ ജോലി ചെയ്യാറില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? വർക്ക് എന്നതിൻ്റെ നെഗറ്റീവ് ഫോം ഡു നോട്ട് വർക്ക് ആണ് സബ്ജക്റ്റ് ഐ ആവുമ്പോൾ. സബ്ജക്റ്റ് ഹി ആയിരുന്നെങ്കിൽ ഡസ് നോട്ട് വർക്ക് ആവുമായിരുന്നു, കാരണം ഹി സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്: ഐ ഡു നോട്ട് യൂഷ്വലി വർക്ക് ഓൺ സൺഡേസ്. ഐ ഡു നോട്ട് യൂഷ്വലി വർക്ക് ഓൺ സൺഡേസ്. ഇവിടെ യൂഷ്വലി എന്ന് പറയുന്ന ആ അഡ്വർബ് വർക്ക് എന്ന മെയിൻ വെർബിനും ഡു എന്ന ഓക്സിലറി വെർബിനും ഇടയിലാണ് വന്നിരിക്കുന്നത്. വെർബിൽ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ഫ്രീക്വൻസി അഡ്വേർബ്സ് അതിലെ ആ ഓക്സിലറി വെർബിന് ശേഷമാണ് വരിക. ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ടിനും ശേഷമാണ് ഫ്രീക്വൻസി അഡ്വേർബ് യൂസ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഐ ഡു നോട്ട് യൂഷ്വലി വർക്ക് ഓൺ സൺഡേസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഐ യൂഷ്വലി ഡു നോട്ട് വർക്ക് ഓൺ സൺഡേസ് എന്നല്ല പറയുന്നത്. ഐ ഡു നോട്ട് വർക്ക് യൂഷ്വലി ഓൺ സൺഡേസ് എന്നും അല്ല പറയുന്നത്. യൂഷ്വലി എന്ന അഡ്വർബ് വന്നിരിക്കുന്ന വർക്ക് എന്ന മെയിൻ വെർബിന് മുന്നിലായിട്ടും ഡു നോട്ട് എന്ന ഓക്സിലറി വെർബിന് ശേഷമായിട്ടുമാണ്. അവൾ പരീക്ഷ ജയിക്കില്ല, അവൾ നല്ലതുപോലെ പഠിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. നമുക്കതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ അവൾ ജയിക്കില്ല എന്ന് പറയുന്നതിന് കാരണമുണ്ട്. അവൾ ആവശ്യത്തിന് പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അവൾ നല്ലതുപോലെ പഠിച്ചിട്ടില്ലാത്തത് കാരണം നമുക്ക് തോന്നുന്നത് അവൾ ജയിക്കില്ല എന്നാണ്. ഇത് നമ്മളുടെ ഡിസിഷനോ നമ്മളുടെ പേഴ്സണൽ അറേഞ്ച്മെൻറ്റ്സോ ഒന്നുമല്ല. നമ്മളിവിടെ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സിംപ്ലി ഒരു കാര്യം സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് പറയാൻ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുക. അതായത് വെറുതെ ഒരു ഫ്യൂച്ചർ പ്രെഡിക്ഷൻ നടത്തുന്നതിന് വേണ്ടി അത് സംഭവിക്കണമെന്നില്ല, പക്ഷെ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്ന് പറയാനാണ് നമ്മൾ ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ അതിൻ്റെ കൂടെ നമ്മൾ ഐ തിങ്ക്, ഐ ആം ഷുവർ അതുപോലത്തെ എക്സ്പ്രഷൻസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ അതൊന്നും അങ്ങനെ പറയുന്നില്ല. അവൾ പരീക്ഷ ജയിക്കില്ല, സബ്ജക്റ്റ് ഷീ ആണ്. പരീക്ഷ ടെസ്റ്റെന്നോ എക്സാമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ജയിക്കില്ല എന്നാണ് പറയുന്നത്. അവൾ പരീക്ഷ ജയിക്കും എന്നെങ്ങനെ പറയും? ഷീ വിൽ പാസ് ദ ടെസ്റ്റ് അല്ലെങ്കിൽ ഷീ വിൽ പാസ് ദ എക്സാം, അങ്ങനെ നമുക്ക് പറയാം. ജയിക്കില്ല എന്ന് പറയണമെങ്കിലോ നമ്മൾ ആ വില്ലിന് ശേഷം ഒരു നോട്ട് ഉപയോഗിക്കും. ഷീ വിൽ നോട്ട് പാസ് ദ ടെസ്റ്റ്. അവൾ ആ പരീക്ഷ ജയിക്കില്ല. വിൽ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് വോൺ. ഷീ വിൽ നോട്ട് പാസ് ദ ടെസ്റ്റ്. അതിൻ്റെ കാരണം എന്താണ് പറയുന്നത്? അവൾ നല്ലതുപോലെ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്. ഒരു കാര്യം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം പറയാൻ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് നമ്മൾ ഇത് പറയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുക. ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്, പോയിട്ടില്ല, പോയിട്ടുണ്ട്, വന്നിട്ടില്ല, വന്നിട്ടുണ്ട്. ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അപ്പോൾ ഇതെങ്ങനെ പറയുന്നത്? അവൾ നല്ലതുപോലെ പഠിച്ചിട്ടില്ല, സബ്ജക്റ്റ് ഷീ ആണ്. ഷീ പഠിക്കുക, സ്റ്റഡി അല്ലെങ്കിൽ ലേൺ, ഈ വെർബ് ഉപയോഗിക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം എന്താണ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുക ഹാസ് ആണ്. ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. പിന്നെ സ്റ്റഡി എന്ന വെർബിൻ്റെ V3 എന്താണ്? സ്റ്റഡീഡ്. ലേൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ V3 ലേൺഡ്. അവൾ പഠിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് ഷീ ഹാസ് സ്റ്റഡീഡ് എന്ന് പറയാം. പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഷീ ഹാസ് നോട്ട് സ്റ്റഡീഡ്. നല്ലതുപോലെ നമുക്കതിനെ ഹാർഡ് ഇനഫ് എന്ന് പറയാം. ഹാർഡ് ഇനഫ് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടില്ല എന്നർത്ഥം. ഷീ ഹാസ് നോട്ട് സ്റ്റഡീഡ് വെൽ എന്നും നമുക്ക് പറയാം. നല്ലതുപോലെ പഠിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്: ഷീ ഹാസ് ഇൻ സ്റ്റഡീഡ് ഹാർഡ് ഇനഫ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ബിക്കോസ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. ഷീ വോണ്ട് പാസ് ദ ടെസ്റ്റ് ബിക്കോസ് ഷീ ഹാസ് ഇൻ സ്റ്റഡീഡ് ഹാർഡ് ഇനഫ്. അവൾ വേണ്ടത്ര പഠിച്ചിട്ടില്ലാത്തത് കാരണം അവൾ പരീക്ഷ ജയിക്കില്ല എന്നർത്ഥം. ബിക്കോസ് ഒരു കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ക്ലോസസിനെ കണക്ട് ചെയ്ത് ലോങ് ആയ കോംപ്ലക്സ് സെന്റൻസസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാൻ കാരണം മനസ്സിലായല്ലോ. ഇത് ആരുടെയും പേഴ്സണൽ അറേഞ്ച്മെന്റ് അല്ല, ഒരു ടൈം ടേബിളിന്റെ ഭാഗമായ ഇവന്റ് ഒന്നുമല്ല. നമ്മളിവിടെ ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യാണ്. ഒരു കാര്യം സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് തോന്നുന്നു എന്ന് പറയാൻ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് മെയിൻലി യൂസ് ചെയ്യുക. ഈ സൺഡേ നീ ജോലി ചെയ്യുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ നമ്മുടെ പേഴ്സണൽ അറേഞ്ച്മെന്റിനെ കുറിച്ചാണ്, പേഴ്സണൽ ഡിസിഷനെ കുറിച്ചാണ്. നീ ജോലി ചെയ്യുന്നുണ്ടോ ഈ സൺഡേ എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമ്മൾ ഓക്സിലറി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സബ്ജക്റ്റ് യു ആണ്, നീ. യുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? നമ്മുടെ പേഴ്സണൽ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയാൻ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ പേഴ്സണൽ ഡിസിഷൻസിനെ കുറിച്ചും അറേഞ്ച്മെന്റ്സിനെ കുറിച്ചും പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണെന്ന് പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ അല്ല നമ്മൾ യൂസ് ചെയ്യുക, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ആദ്യം പ്രസന്റ് കണ്ടിന്യൂസ് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ING ആണ്. ഇവിടെ സബ്ജക്റ്റ് യു ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ആറാണ്. അപ്പോൾ നമ്മൾ ആറ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്മൾ ഓക്സിലറീസ് വെച്ചാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റായി യു വരും. ആർ യു ജോലി ചെയ്യുന്നുണ്ടോ? വർക്കിംഗ്
ഓൺ ദിസ് സൺഡേ. ഈ ഞായറാഴ്ച എന്നതിനാണ് നമ്മൾ ദിസ് സൺഡേ എന്ന് പറയുന്നത്. ആഴ്ചയിലെ ദിവസങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് ഓൺ. നമുക്കിതിനെ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിച്ചും പറയാവുന്നതാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് വിൽ ബി പ്ലസ് ing ആണ്. ഇവിടെ ബി എന്ന് പറയുമ്പോൾ ബി തന്നെയാണ്. ബിയുടെ മറ്റ് ഫോംസ് ഒന്നും അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. വിൽ ബി എന്ന് തന്നെ ഉപയോഗിക്കുക, അതിനുശേഷം ing ഫോം ഉപയോഗിക്കുക. നമുക്കിത് ഇങ്ങനെയും പറയാം, വിൽ യു ബി വർക്കിംഗ് ഓൺ ദിസ് സൺഡേ, അങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ വില്ലിനെ മാത്രമാണ് എടുത്തിട്ട് സബ്ജക്റ്റിന് മുന്നിൽ വെക്കുന്നത്. ബിയും ing ഫോമും സബ്ജക്റ്റിന് ശേഷമാണ് വരിക. വിൽ യു ബി വർക്കിംഗ് ഓൺ ദിസ് സൺഡേ, അതും നമുക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആർ യു വർക്കിംഗ് ഓൺ ദിസ് സൺഡേ എന്നും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പേഴ്സണൽ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ യൂസ് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാവുന്നതാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. ഈ പ്രസന്റ് അവൾക്ക് ഇഷ്ടമാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക്? അവൾക്ക് ഇഷ്ടമാവും. ഷീ വിൽ ലൈക്ക്. എന്ത് ഇഷ്ടമാകും എന്നാ പറയുന്നത്? ഈ പ്രസന്റ്, ദിസ് പ്രസന്റ്. ഷീ വിൽ ലൈക്ക് ദിസ് പ്രസന്റ്. ഡു യു തിങ്ക്? ഇതാണ് നമുക്കുള്ള രണ്ട് ക്ലോസസ് ഇവിടെ. ഇനി ഇതിനെ കണക്ട് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ഡു യു തിങ്ക് ഷീ വിൽ ലൈക്ക് ദിസ് പ്രസന്റ്? അവൾക്ക് ഈ പ്രസന്റ് ഇഷ്ടമാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു തിങ്ക് എന്ന് ഉപയോഗിക്കുക. എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയാൻ ഐ തിങ്ക് എന്ന് പറയാം. എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അപ്പോൾ ഉപയോഗിക്കേണ്ടത് ഐ ഡോണ്ട് തിങ്ക് ആണ്. ഡു യു തിങ്ക് ഷീ വിൽ ലൈക്ക് ദിസ് പ്രസന്റ്? ഇതും തന്നെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷനാണ്. അവൾക്ക് ഇഷ്ടമാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൾക്ക് ഇഷ്ടമാവും അല്ലെങ്കിൽ ഇഷ്ടമാവില്ല എന്നത് നമ്മൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാണ്. അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം എന്ന രീതിയിൽ. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമുക്ക് അങ്ങനെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുക. രാത്രിയിൽ എന്താ കഴിക്കാൻ ഉള്ളത്? രാത്രി ഭക്ഷണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്? ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ചോദ്യം ഒരു അറേഞ്ച്മെന്റിനെ കുറിച്ചാണ്, നിലവിലുള്ള ഒരു അറേഞ്ച്മെന്റ്. രാത്രിയിൽ എന്താണ് കഴിക്കാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പം തന്നെ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. ആ അറേഞ്ച്മെന്റിനെ കുറിച്ച്, അവരുടെ ഡിസിഷനെ കുറിച്ചുള്ള ചോദ്യമാണിത്. ഇങ്ങനെ നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് ആൾറെഡി ഉണ്ടെങ്കിൽ, ഒരു പേഴ്സണൽ അറേഞ്ച്മെന്റ് ആൾറെഡി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് അല്ല യൂസ് ചെയ്യുക. അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമുക്കിവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസും വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും കോമൺ ആയി ഈ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ രാത്രി നമുക്ക് റൈസ് ആണ്, നമ്മൾ ചോറാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? വി ആർ ഹാവിങ് റൈസ് ഫോർ ഡിന്നർ എന്ന് പറയും. നമ്മളവിടെ ഉപയോഗിച്ചത് ആർ ഹാവിങ് എന്നത് പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഒരു വെർബാണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ing ഫോം ആണ്. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് വി ആയതുകൊണ്ടാണ് ആർ ഉപയോഗിക്കുന്നത്. വി ആർ ഹാവിങ് റൈസ് ഫോർ ഡിന്നർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ, രാത്രി ഭക്ഷണമായിട്ട് റൈസ് ആണ്, ചോറാണ് ഉള്ളത് എന്നാണ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. എന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്ത് എന്ന് പറയുമ്പോൾ വാട്ട്. ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ആ വാട്ട് ഉപയോഗിച്ച് തന്നെ വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. വി ആർ ഹാവിങ് റൈസ് എന്നതാണ് നമ്മുടെ അഫർമേറ്റീവ് സെന്റൻസ് എന്ന് കരുതുക. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ആ ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കും അല്ലേ? അതായത് ആറിനെ എടുത്ത് നമ്മൾ സബ്ജക്റ്റായ വിക്ക് മുന്നിലേക്ക് വെക്കും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും, വാട്ട് ആർ വി ഹാവിങ് ഫോർ ഡിന്നർ? നമ്മൾ രാത്രി കഴിക്കാൻ എന്താണ് ഉള്ളത്? രാത്രിയിൽ എന്താണ് കഴിക്കാനുള്ളത്? ഇവിടെ നമ്മൾ വി ആർ ഹാവിങ് എന്ന അഫർമേറ്റീവ് ഫോമിന്റെ ക്വസ്റ്റ്യൻ ഫോമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വി ആർ ഹാവിങ് എന്ന് പറയുന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആർ വി ഹാവിങ് ആണ്. അതിനു മുമ്പ് നമ്മൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് കൂടി വെച്ചു. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്, വാട്ട് ആർ വി ഹാവിങ് ഫോർ ഡിന്നർ? എന്താണ് രാത്രി കഴിക്കാനുള്ളത്? ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ അല്ല യൂസ് ചെയ്യുക. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വിൽ ബി പ്ലസ് ing നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ആരോ വാതിലിൽ മുട്ടുന്നുണ്ട്. അതെങ്ങനെയാ പറയുന്നത്? ആരോ, സംബടി, വാതിലിൽ മുട്ടുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. വാതിലിൽ മുട്ടുന്നതിന് നമ്മൾ നോക്ക് എന്ന് പറയും. സംബടി ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. ആരോ വാതിലിൽ മുട്ടുന്നുണ്ട് എന്നർത്ഥം. ഇവിടെ ഈസ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? സംബടി ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. സംബടി ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. ആരോ വാതിലിൽ മുട്ടുന്നുണ്ട്. ഞാൻ പോയി നോക്കാം. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ് അല്ലേ? ആരോ വാതിലിൽ മുട്ടുന്നുണ്ട് എന്ന ഒരാൾ പറയുമ്പോഴാണ് മറ്റേ ആൾ അതിന് മറുപടിയായി പറയുന്നത്, എന്നാൽ ഞാൻ പോയി നോക്കാം എന്ന് പറയുന്നത്. മുൻകൂട്ടി എടുത്ത തീരുമാനമോ ഒന്നുമല്ല. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ, അതായത് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ അപ്പോഴപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻലി സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വിൽ പ്ലസ് V1.
ഷോള് നമുക്ക് ഉപയോഗിക്കാം. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ ഷോള് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മറ്റു പ്രൊനൗൺസിന്റെ കൂടെ സെക്കൻഡ് തേർഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ ഷോള് യൂസ് ചെയ്യരുത്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ നിങ്ങൾക്ക് ഷോളും ഉപയോഗിക്കാം, വില്ലും ഉപയോഗിക്കാം. വിൽ ആണ് ഇതിൽ കോമൺ ആയിട്ട് ആളുകൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഷോള് ക്വസ്റ്റ്യൻസിലാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പോയി നോക്കാം എന്ന് എങ്ങനെയാ പറയാം? സബ്ജക്റ്റ് ഐ ആണ്. ഐ വിൽ ഗോ ആൻഡ് സി. ഞാൻ പോയി നോക്കാം. ഇത് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ എടുക്കുന്ന ഡിസിഷൻസ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെയിൻലി സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. അല്ലാതെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും അറേഞ്ച്മെന്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുക. അപ്പോഴെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ തന്നെ ഉപയോഗിക്കുക. വാതിലാരോ മുട്ടുന്നത് കേട്ടപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ പോയി നോക്കാമെന്ന്. ഇത് നേരത്തെ എടുത്ത തീരുമാനമല്ല, അപ്പോൾ എടുത്തൊരു ഡിസിഷനാണ്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഐ വിൽ ഗോ ആൻഡ് സി. എനിക്ക് വിശക്കുന്നുണ്ട് ഒരാൾ പറയുന്നതാണ്. അതെങ്ങനെയാ പറയുന്നത്? സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പ്രസന്റ് ടെൻസിലാണ്. ഇപ്പൊ വിശക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഐ എം ഹംഗ്രി. എനിക്ക് സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ് നമ്മളിവിടെ ആം ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ് ആം. അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്നയാൾ പറയുന്നത് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തരാമെന്നാണ്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇതും അപ്പോഴെടുത്ത ഒരു തീരുമാനമാണ്. ഒരാൾ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് മറ്റേയാൾ എന്നാൽ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുതരാം എന്ന് പറയുന്നത്. ഇതൊന്നും നേരത്തെ എടുത്ത ഡിസിഷൻസ് അല്ല, സംസാരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. സബ്ജക്റ്റ് ഐ ആണ്. ഐ എന്തെങ്കിലും സംതിങ് തരാം. ഐ വിൽ ഗീവ് യു സംതിങ് ടു ഈറ്റ്. ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ. ഐ വിൽ ഗീവ് യു സംതിങ് ടു ഈറ്റ്. ഗീവ് എന്ന വെർബിന്റെ സിമ്പിൾ ഫ്യൂച്ചർ ഫോം ആണ് വിൽ ഗീവ്. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കുന്നത് V1 മുന്നിൽ വിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കുന്നത്. ഐ വിൽ ഗീവ് യു സംതിങ് ടു ഈറ്റ്. ഗീവ് എന്ന വെർബിന് പലപ്പോഴും രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടാവാറുണ്ട്. ഇവിടെ അതിന് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. യു ഒരു ഒബ്ജക്റ്റ് ആണ്. ആർക്ക് തരാം എന്നാണ് പറയുന്നത്? നിനക്ക് തരാം എന്നാണ് പറയുന്നത്. എന്ത് തരാം എന്നാണ് പറയുന്നത്? സംതിങ്, എന്തെങ്കിലും തരാം എന്നാണ് പറയുന്നത്. അതും ഒബ്ജക്റ്റ് ആണ്. ചില വെർബ്സിന് ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് വരും. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ലെസണിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഒബ്ജക്ട്സ് വരുന്ന സമയത്ത് അതിനകത്ത് ഒന്ന് എപ്പോഴും ഒരു വ്യക്തിയായിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മറ്റത് എപ്പോഴും ഒരു വസ്തു എന്തെങ്കിലും ആയിരിക്കും. ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വെർബിന് ശേഷം ആദ്യം വരിക. അതിന് ശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരിക. ഇപ്പൊ നിങ്ങൾക്ക് ഈ സെന്റൻസ് നോക്കിയാൽ മനസ്സിലാവും. ഐ വിൽ ഗീവ് യു സംതിങ് ടു ഈറ്റ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായ യു ആണ് ആ വെർബിന് ശേഷം ആദ്യം വന്നത്. അതിന് ശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റായ സംതിങ് വരുന്നത്. ഈ വേർഡ് ഓർഡർ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുന്നിൽ വെക്കണമെങ്കിൽ നമ്മൾ ടു അല്ലെങ്കിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക. ഐ വിൽ ഗീവ് സംതിങ് ഫോർ യു ടു ഈറ്റ് എന്നാണ് പറയാം. ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ചതിന്റെ കാരണം മനസ്സിലായല്ലോ. നമ്മൾ അപ്പം എടുത്തൊരു ഡിസിഷനാണ് ഇത്. അത് അനൗൺസ് ചെയ്യുന്നതിന് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറാണ് ഉപയോഗിക്കുക. എനിക്ക് തണുപ്പ് തോന്നുന്നു. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. നമുക്കിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. ഫീൽ എന്ന വെർബ് സിമ്പിൾ പ്രസന്റിലും പ്രസന്റ് കണ്ടിന്യൂസിലും നമുക്ക് ഒരേ മീനിങ്ങിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എനിക്ക് തണുപ്പ് തോന്നുന്നു എന്ന് നമുക്ക് ഇങ്ങനെ പറയാം. ഐ ഫീൽ കോൾഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഐ ആം ഫീലിംഗ് കോൾഡ് എന്നും പറയാം. ഐ ആം ഫീലിംഗ് കോൾഡ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. ഐ ഫീൽ കോൾഡ് എന്ന് പറയുകയാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ എനിക്ക് തണുപ്പ് തോന്നുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ജനലുകൾ അടയ്ക്കാം എന്നാണ്. ഇതും നേരത്തെ എടുത്തൊരു തീരുമാനമല്ല, അപ്പം എടുത്തൊരു ഡിസിഷനാണ്. സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണിത്. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? സിമ്പിൾ ഫ്യൂച്ചർ തന്നെ യൂസ് ചെയ്യണം. ഐ വിൽ ക്ലോസ് ദ വിൻഡോസ്. ഞാൻ ജനലുകൾ അടയ്ക്കാം. ഐ വിൽ ഷട്ട് ദ വിൻഡോസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ക്ലോസ് അല്ലെങ്കിൽ ഷട്ട്, ഇവിടെ ആ രണ്ട് വേർബ്സിൽ ഏതും നമുക്ക് യൂസ് ചെയ്യാം. അവൾ വരുന്നുണ്ട്. അവൾ വരും എന്നെങ്ങനെയാ പറയാം? ഷീ വിൽ കം. സിമ്പിൾ ഫ്യൂച്ചറാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ നമുക്ക് പറയേണ്ടത് അവൾ വരുന്നുണ്ട് എന്നാണ്. ഇതൊരു നേരത്തെ ഉള്ള ഒരു തീരുമാനത്തിനെ കുറിച്ചോ ഒരു അറേഞ്ച്മെന്റിനെ കുറിച്ചോ ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവൾ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറയാൻ എപ്പോഴും പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ യൂസ് ചെയ്യും. ഷീ ഈസ് കമ്മിങ്. അവൾ വരുന്നുണ്ട്. അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ വരും. ഷീ വിൽ കം അല്ലെ? എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക്. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഷീ വിൽ കം. നമ്മളിവിടെ ദാറ്റ് എന്നൊരു കണക്ടർ ഉപയോഗിച്ചു. ദാറ്റ് അവിടെ ഓപ്ഷണലാണ്. ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ കം എന്ന് പറഞ്ഞാലും മതി.
നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ദാറ്റ് അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് എന്ന കണക്ടറിന്റെ മീനിങ് എന്നാണ്. ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് തോന്നുന്നില്ല. ഷീ വിൽ കം, അവൾ വരും. അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ ആ വരുമെന്ന് എന്ന മീനിങ്ങിന് വേണ്ടിയാണ് നമ്മളിവിടെ ദാറ്റ് ഷീ വിൽ കം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണക്ടറാണ്. പലപ്പോഴും നമുക്ക് അതിനെ ഒമിറ്റ് ചെയ്യാനും സാധിക്കും, പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ. എഴുതുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ എങ്ങനെ ഒമിറ്റ് ചെയ്യില്ല, പക്ഷെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ദാറ്റ് എന്ന ഈ കണക്ടറിനെ നമ്മൾ ഒമിറ്റ് ചെയ്യലാണ് പതിവ്. ഐ തിങ്ക് ഷീ വിൽ കം എന്ന് പറഞ്ഞാൽ മതി. എഴുതുമ്പോൾ മിക്കപ്പോഴും നമ്മൾ എഴുതുക ഐ തിങ്ക് ദാറ്റ് ഷീ വിൽ കം എന്ന് തന്നെയാണ്. നമ്മൾ ജയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ജയിക്കും, വി വിൽ വിൻ. സിമ്പിൾ ഫ്യൂച്ചറാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. നമ്മൾ ജയിക്കും. നിനക്ക് തോന്നുന്നുണ്ടോ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡു യു തിങ്ക്. അതാണ് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ. നിനക്ക് തോന്നുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഡോണ്ട് യു തിങ്ക് ആണ്. ഡു യു തിങ്ക് ദാറ്റ് വി വിൽ വിൻ. നമ്മൾ ജയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. ഇവിടെയും നമ്മൾ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് ഇതിനെ കണക്ട് ചെയ്തു. എനിക്ക് ആ ജോലി ലഭിക്കും. ലഭിക്കും എന്നാണ് പറയുന്നത്. ഐ വിൽ ഗെറ്റ് ദാറ്റ് ജോബ്, അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ ജോബ്. ദ ജോബ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മളൊരു പ്രത്യേക ജോലിയെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ്. കേൾക്കുന്നയാളിന് അറിയാം ഞാൻ ഏത് ജോലിയെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. ആ ഒരു മീനിങ്ങിലാണ് നമ്മളിവിടെ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഐ വിൽ ഗെറ്റ് ദ ജോബ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷേ ഏതെങ്കിലും ഒരു ജോലിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ആ ജോലി കിട്ടുമെന്ന്, ആ ജോലി കിട്ടുമെന്ന്. അതിനു വേണ്ടിയാണ് ദ ജോബ് എന്ന് പറയുന്നത്. ഇവിടെ ദ എന്ന ആർട്ടിക്കിളിന് പകരം നമുക്ക് ദാറ്റ് എന്ന ഡെമോൺസ്ട്രേറ്റീവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഐ വിൽ ഗെറ്റ് ദാറ്റ് ജോബ് എന്നും പറയാം. ഇനി നമ്മൾ എ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. ഐ വിൽ ഗെറ്റ് എ ജോബ്, അല്ലെങ്കിൽ ഐ വിൽ ഫൈൻഡ് എ ജോബ്. ഞാനൊരു ജോലി കണ്ടുപിടിക്കും. ഇങ്ങനെ ഇവിടെ എ ജോബ് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ജോലിയല്ല, ഏത് ജോലിയും എന്നാണ് അതിനർത്ഥം. ഏതെങ്കിലും ഒരു ജോലി ഞാൻ കണ്ടുപിടിക്കും എന്നാണ് ഐ വിൽ ഫൈൻഡ് എ ജോബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ഐ വിൽ ഗെറ്റ് ദ ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക ജോലിയെക്കുറിച്ചാണ്. ആ ജോലി എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. എ ജോബ് എന്ന് പറയുമ്പോൾ അത് ഏത് ജോലിയും ആവാം. ഇനി നമുക്ക് ഐ വിൽ ഫൈൻഡ് വർക്ക് എന്നും പറയാം. വർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. അത് ശ്രദ്ധിക്കുക. ഐ വിൽ ഫൈൻഡ് എ വർക്കെന്നോ ഐ വിൽ ഫൈൻഡ് ദ വർക്കെന്നോ പറയരുത്. ഐ വിൽ ഫൈൻഡ് വർക്ക്. ഞാൻ ജോലി അല്ലെങ്കിൽ ഒരു തൊഴിൽ കണ്ടുപിടിക്കും എന്നാണ് അതിനർത്ഥം. ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു അറേഞ്ച്മെന്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അത് ആരാണ് ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം ഓൾറെഡി ഉണ്ടായിരിക്കും. ആ തീരുമാനം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യം. ആരാണ്? ഹു. ഭക്ഷണം ഉണ്ടാക്കുന്നത്. ക്വസ്റ്റ്യനിൽ നമ്മളിത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ നമ്മൾ ഓക്സിലറി സബ്ജക്റ്റിന് മുന്നിൽ വരുമെന്ന് പറഞ്ഞു. ഭക്ഷണം ഉണ്ടാക്കുക, കുക്ക്. ഹു ഈസ് കുക്കിംഗ്? ഭക്ഷണം, രാത്രി ഭക്ഷണമാണെങ്കിൽ ഡിന്നർ, ഉച്ചഭക്ഷണമാണെങ്കിൽ ലഞ്ച്, രാവിലത്തെ ഭക്ഷണമാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിവിടെ ഉപയോഗിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ചോദ്യം ഒരു അറേഞ്ച്മെന്റിനെ കുറിച്ചാണ്. ആരെങ്കിലും അപ്പോഴെടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചുള്ള ചോദ്യമല്ല ഇത്. ആരാണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ തീരുമാനം ഓൾറെഡി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഹു ഈസ് കുക്കിംഗ് ലഞ്ച്. നമുക്കിവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് വിൽ ബി പ്ലസ് ഐ എൻ ജി ആണ്. കണ്ടിന്യൂസ് ടെൻസസിന്റെ എല്ലാം ഫോം ബി പ്ലസ് ഐ എൻ ജി ആയിരിക്കും. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ആ ബിയുടെ ഫോമായ ഈസ്, ആം, ആർ അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കും. പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ബിയുടെ ഫോമായ വാസ്, വേർ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നമ്മൾ ഈ ഈസും ആമും ആറും ഒന്നും അല്ല യൂസ് ചെയ്യുക. അതിന് പകരം ബി തന്നെയാണ് ഉപയോഗിക്കുക. വിൽ ബി പ്ലസ് ഐ എൻ ജി ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോം. നമുക്കിത് ഇങ്ങനെയും ചോദിക്കാം. ഹു വിൽ ബി കുക്കിംഗ് ലഞ്ച്, അല്ലെങ്കിൽ ഹു വിൽ ബി കുക്കിംഗ് ഡിന്നർ. ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഏറ്റവും കോമൺ ആയി ഇവിടെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് തന്നെയാണ്. ഈ വീക്കെൻഡിൽ നീ ജോലി ചെയ്യുന്നുണ്ടോ? ഇത് നിന്റെ ഒരു അറേഞ്ച്മെന്റിനെ കുറിച്ചുള്ള, ഒരു പേഴ്സണൽ അറേഞ്ച്മെന്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. വീക്കെൻഡ് ആയിട്ടില്ല, വീക്കെൻഡ് ആവുന്നേ ഉള്ളൂ, ജോലി ചെയ്യുന്നുണ്ടോ? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം. പക്ഷേ അതിനെക്കുറിച്ചുള്ള തീരുമാനം ഓൾറെഡി ഉണ്ടായിരിക്കും. ആ തീരുമാനത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയത് കാരണം നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ വീക്കെൻഡിൽ നീ ജോലി ചെയ്യുന്നുണ്ടോ? സബ്ജക്റ്റ് യു ആണ്. ക്വസ്റ്റ്യൻ ആയത് കാരണം ഓക്സിലറി ആദ്യം വരും. പ്രസന്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് യു ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ആറാണ്. ജോലി ചെയ്യുക, യു ആർ വർക്കിംഗ്, അതാണ് ഇതിന്റെ അഫർമേറ്റീവ് ഫോം. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ഫോം എന്താണ്? ആർ യു വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ്? നീ ഈ വീക്കെൻഡിൽ ജോലി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ വിൽ യു ബി വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ്?
വിൽ യു ബി വർക്കിംഗ് എന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. യു വിൽ ബി വർക്കിംഗ് എന്നതാണ് അതിന്റെ അഫർമേറ്റീവ് ഫോം. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ആ വില്ലിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ ബാക്കി ഭാഗങ്ങളായ ബി വർക്കിംഗ് വരുന്നത്. നമുക്കിത് രണ്ട് രീതിയിൽ ചോദിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ആർ യു വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിൽ യു ബി വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ് എന്ന് നമുക്ക് ചോദിക്കാം. ഓൺ ദ വീക്കെൻഡിന് പകരം നമുക്ക് അറ്റ് ദ വീക്കെൻഡ് എന്നും പറയാവുന്നതാണ്. ഇവിടെ ഓൺ എന്ന പ്രപ്പോസിഷനും യൂസ് ചെയ്യാം, അറ്റ് എന്ന പ്രപ്പോസിഷനും യൂസ് ചെയ്യാം. നീ നാളെ രവിയെ കാണുന്നുണ്ടാവുമോ? ഇതും ഒരു പേഴ്സണൽ അറേഞ്ച്മെന്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നടക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷെ അതിന്റെ ഡിസിഷൻ ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കും. ആ ഡിസിഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സബ്ജക്റ്റ് ഇവിടെയും യു ആണ്. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി എന്താണ്? ആർ ആണ്. ആർ യു സീയിങ്, കാണുക എന്നതിന് സീയിങ്, അതിന്റെ ING ഫോം ആണ് സീയിങ്. ആർ യു സീയിങ് രവി ടുമോറോ? നീ നാളെ രവിയെ കാണുന്നുണ്ടോ? ഇവിടെയും നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. വിൽ യു ബി സീയിങ് രവി ടുമോറോ? നമുക്കിത് രണ്ടും പറയാം. ആർ യു സീയിങ് രവി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിൽ യു ബി സീയിങ് രവി ടുമോറോ എന്നും നമുക്ക് ചോദിക്കാവുന്നതാണ്. ഈ രണ്ട് ടെൻസും ഇവിടെ ഉപയോഗിക്കാം. ഇന്നലെ രാത്രി ഞാൻ സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് പോവുക എന്ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. വെൻ ടു ദ സിനിമ എന്ന് പറയാം, അല്ലെങ്കിൽ വെൻ ടു ദ മൂവീസ് എന്ന് പറയാം. മൂവീസ് ആയാലും സിനിമയായാലും ഇംഗ്ലീഷിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിയേറ്റർ എന്നാണ്. നമ്മൾ മലയാളത്തിൽ തിയേറ്റർ എന്ന് പറയുന്നതിനാണ് അവർ മൂവീസ് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത്. അതായത് മോഷൻ പിക്ചർ എല്ലാം കാണിക്കുന്ന ആ സ്ഥലം, അതിനാണ് നമ്മൾ തിയേറ്റർ എന്ന് പറയും. അവരതിന് സിനിമ അല്ലെങ്കിൽ മൂവീസ് എന്ന് പറയും. മൂവീസ് എന്ന പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ സിനിമയ്ക്ക് പോയി എന്ന് നമുക്ക് ഇങ്ങനെ പറയാം. ഐ വെന്റ് ടു ദ മൂവീസ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വെന്റ് ടു ദ സിനിമ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാം. ഇത് രണ്ടും നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ എവിടെയും പോകുന്നില്ല, ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ വീട്ടിൽ എവിടെയും പോവാതെ ഇരിക്കുന്നതിന് സ്റ്റേ ഇൻ എന്ന് പറയാവുന്നതാണ്. സ്റ്റേ ഇൻ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുമെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്, ഇന്ന് ഞാൻ എവിടെയും പോകുന്നില്ല. നമുക്കിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, കാരണം ഇത് നമ്മുടെ ഒരു ഡിസിഷനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം, ബട്ട് ടു നൈറ്റ് ഐ വിൽ ബി സ്റ്റേയിങ് ഇൻ, അല്ലെങ്കിൽ എന്ത് പറയാം, ബട്ട് ടു നൈറ്റ് ഐ ആം സ്റ്റേയിങ് ഇൻ. രണ്ടും നമുക്ക് പറയാവുന്നതാണ്. ഇന്നലെ രാത്രി ഞാൻ സിനിമയ്ക്ക് പോയി. ഐ വെന്റ് ടു ദ മൂവീസ് ലാസ്റ്റ് നൈറ്റ്. ബട്ട് ടു നൈറ്റ് ഐ ആം സ്റ്റേയിങ് ഇൻ, അല്ലെങ്കിൽ ബട്ട് ടു നൈറ്റ് ഐ വിൽ ബി സ്റ്റേയിങ് ഇൻ. വിൽ ബി സ്റ്റേയിങ് ഇൻ എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണ്. ഐ ആം സ്റ്റേയിങ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. നമുക്ക് ഈ രണ്ട് ടെൻസും ഇവിടെ യൂസ് ചെയ്യാം. എവിടെയും പോകുന്നില്ല എന്ന് നമ്മൾ ആക്ച്വലി ഇംഗ്ലീഷിൽ പറയാം ഐ ആം ഗോയിങ് നോവർ എന്നാണ്, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഗോയിങ് എനിവേർ എന്നാണ്. ഞാൻ അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ അതേ മീനിങ് വരുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഐ ആം നോട്ട് ഗോയിങ് എനിവേർ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും പോകുന്നില്ല എന്നർത്ഥം. ഐ ആം ഗോയിങ് നോവർ എന്ന് പറഞ്ഞാലും ഞാൻ എവിടെയും പോകുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. നോട്ട് എനിവേർ ആണ് നോവർ ആയി മാറുന്നത്. അപ്പോൾ ഐ ആം ഗോയിങ് നോവർ എന്നും നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഗോയിങ് എനിവേർ എന്നും പറയാം. ഞാനിവിടെ ഉപയോഗിച്ച എക്സ്പ്രഷൻ അതല്ല. ടുഡേ ഐ ആം സ്റ്റേയിങ് ഇൻ എന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന് എവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നർത്ഥം. സ്റ്റേ ഇൻ എന്ന് വെച്ചാൽ പുറത്തു പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിനാണ് സ്റ്റേ ഇൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസും യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ കാര്യമാണ് സിനിമയ്ക്ക് പോയി എന്നത്. അതിനെക്കുറിച്ച് പറയാൻ നമ്മളോട് ഉപയോഗിച്ച ടെൻസ് ഏതാണ്? വെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഗോ എന്ന വെർബിന്റെ V2 ആണത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ, അത് കൃത്യമായി ഏത് സമയത്താണ് നടന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കാം. ഇവിടെ ഇന്നലെ രാത്രി എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ വെന്റ് ടു ദ മൂവീസ് ലാസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ ഐ വെന്റ് ടു ദ സിനിമ ലാസ്റ്റ് നൈറ്റ്. ഞാൻ വീക്കെൻഡ് എൻ്റെ പേരൻസിന്റെ കൂടെയാണ് ചെലവഴിക്കുന്നത്. വീക്കെൻഡ് ആയിട്ടില്ല, വീക്കെൻഡ് ആവാൻ പോകുന്നതേ ഉള്ളൂ, നടക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ എങ്ങനെ വേണം അത് ചെലവഴിക്കുന്നത് എന്ന് സംബന്ധിച്ച് തീരുമാനം ഓൾറെഡി ഉണ്ട്. ഓൾറെഡി ഒരു പേഴ്സണൽ അറേഞ്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. നമുക്കിത് ഇങ്ങനെ പറയാം, ചിലവഴിക്കുക എന്നതിന് സ്പെൻഡ് എന്ന് പറയാം. ഐ വിൽ ബി സ്പെൻഡിങ് ദ വീക്കെൻഡ് വിത്ത് മൈ പാരൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം സ്പെൻഡിങ് ദ വീക്കെൻഡ് വിത്ത് മൈ പാരൻസ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഐ വിൽ ബി സ്പെൻഡിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ്. ഐ എം സ്പെൻഡിങ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. രണ്ട് ടെൻസും നമുക്കിവിടെ ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആക്ച്വലി ഇതേ കാര്യം തന്നെ ഗോയിങ് ടു ഉപയോഗിച്ചും പറയാം. ഐ എം ഗോയിങ് ടു സ്പെൻഡ് ദ വീക്കെൻഡ് വിത്ത് മൈ പേരൻസ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഞാൻ എൻ്റെ അച്ഛനമ്മമാരുടെ കൂടെയാണ് വീക്കെൻഡ്സ് ചിലവഴിക്കാൻ പോകുന്നത് എന്നാണ് അതിനർത്ഥം. ഗോയിങ് ടു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പേഴ്സണൽ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും പ്രസന്റ് കണ്ടിന്യൂസിന് പകരമായി നമുക്ക് ഗോയിങ് ടു ഉപയോഗിക്കാം. എല്ലായ്പ്പോഴും അത് സാധ്യമല്ല, പക്ഷെ പലപ്പോഴും അത് സാധ്യമാണ്. നമ്മൾ എത്ര മണിക്കാണ് ചെന്നൈയിൽ എത്തുക?
ഇതൊരു പേഴ്സണൽ അറേഞ്ച്മെന്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് ഏകദേശം എത്ര സമയം എടുക്കും എന്നത് സംബന്ധിച്ച് അത് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല, നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇപ്പൊ ട്രെയിൻ ആയാലും ഫ്ലൈറ്റ് ആയാലും അത് വരുന്നതിനും പോകുന്നതിനൊക്കെ ഒരു ടൈം ടേബിൾ ഉണ്ട്. അതിനനുസരിച്ചാണ് ട്രെയിൻ എല്ലാം പോവുക. കാറിന് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ യാത്രയ്ക്ക് എടുക്കുന്ന സമയം അത് നമുക്ക് ചെറിയ രീതിയിൽ വ്യത്യാസപ്പെടുത്താൻ സാധിക്കും എന്നല്ലാതെ വലിയൊരു വ്യത്യാസമൊന്നും അതിനകത്ത് നമുക്ക് വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പേഴ്സണൽ അറേഞ്ച്മെന്റോ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളോ അല്ല. ഒരു ടൈം ടേബിളിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ, ഫ്യൂച്ചർ ഇവന്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. നമ്മൾ എത്ര മണിക്കാണ് ചെന്നൈയിൽ എത്തുക എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ആണ്. എത്ര മണി എന്ന് പറയുമ്പോൾ വാട്ട് ടൈം. ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ട് ടൈം ഉപയോഗിച്ചാണ് അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. നമ്മൾ 8 മണിക്ക് ചെന്നൈയിൽ എത്തുമെന്നാണ് പറയേണ്ടതെന്ന് കരുതാം. അതായത് നമുക്ക് അതിന്റെ അഫിർമേറ്റീവ് ഫോം ഒന്ന് നോക്കാം. വി അറൈവ് ഇൻ ചെന്നൈ അറ്റ് 8 o'clock എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വി ഗെറ്റ് ടു ചെന്നൈ അറ്റ് 8 o'clock എന്നും നമുക്ക് പറയാവുന്നതാണ്. അറൈവ് എന്ന വെർബിന് പകരമായിട്ട് നമുക്ക് ഗെറ്റ് ടു എന്ന് പറയാം. ഗെറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ടു എന്നൊരു പ്രിപ്പോസിഷൻ ഉണ്ട്. അറൈവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ഇൻ അല്ലെങ്കിൽ അറ്റ് എന്നൊരു പ്രിപ്പോസിഷൻ ഉണ്ട്. നമ്മൾ 8 മണിക്ക് ചെന്നൈയിൽ എത്തും എന്നാണ് പറയേണ്ടതെങ്കിൽ വി അറൈവ് ഇൻ ചെന്നൈ അറ്റ് 8 o'clock എന്ന് പറയാം. അല്ലെങ്കിൽ വി ഗെറ്റ് ടു ചെന്നൈ അറ്റ് 8 o'clock എന്ന് പറയാം. ഇനി നമുക്കിതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് വേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്. വിയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഡു ആണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു ചെന്നൈ. എത്ര മണിക്കാണ് നമ്മൾ ചെന്നൈയിൽ എത്തുന്നത്? അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? വാട്ട് ടൈം ഡു വി അറൈവ് ഇൻ ചെന്നൈ. അതും പറയാവുന്നതാണ്. ചെന്നൈയുടെ കൂടെയൊക്കെ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുക. അതൊരു സ്ഥലമല്ലേ. നമ്മൾ അറൈവ് അറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനിൽ എത്തുന്നതിനെ കുറിച്ച് അറൈവ് അറ്റ് ദ സ്റ്റേഷൻ, എയർപോർട്ടിൽ എത്തുന്നതിനെ കുറിച്ച് അറൈവ് അറ്റ് ദ എയർപോർട്ട്, ഓഫീസിൽ എത്തുന്നതിനെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ അറൈവ് അറ്റ് ദ ഓഫീസ് അങ്ങനെ പറയും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പേരിന്റെ കൂടെയാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. സ്ഥലങ്ങളുടെ പേരിന്റെ കൂടെ നമ്മൾ അറൈവ് ഇൻ ആണ് ഉപയോഗിക്കുക. വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു ചെന്നൈ. എത്ര മണിക്കാണ് നമ്മൾ ചെന്നൈയിൽ എത്തുന്നത്? ട്രെയിൻ എത്ര മണിക്കാണ് വരുന്നത്? ഇതും ഒരു ടൈം ടേബിളിന്റെ ഭാഗമായ ക്വസ്റ്റ്യൻ ആണ്. എത്ര മണിക്ക് ട്രെയിൻ വരുമെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ടൈം സബ്ജക്റ്റ് എന്താണ്? ട്രെയിൻ. ട്രെയിൻ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഏത് ഓക്സിലറിയാ യൂസ് ചെയ്യുക? ഡസ് ആണ് യൂസ് ചെയ്യുക. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ്. ട്രെയിൻ എത്ര മണിക്കാണ് വരുന്നത്? അറൈവിന് ശേഷം ഇവിടെ പ്രപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം ഒബ്ജക്റ്റ് ഇല്ല. ട്രെയിൻ എപ്പോഴാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിപ്പോസിഷൻ ഇല്ലാതെ ശ്രദ്ധിക്കുക കേട്ടോ. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ് അറ്റ് എന്നോ ഡസ് ദ ട്രെയിൻ അറൈവ് ഇൻ എന്നൊന്നും പറയുന്നില്ല. അത് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ അതിന് ശേഷം വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇവിടെ അറൈവ് അറ്റ് എന്ന് പറയാം. അടുത്ത ടേം ജനുവരി 12 തുടങ്ങും. ഇതും ഒരു ടൈം ടേബിളിന്റെ ഭാഗമായ കാര്യമാണ്. അടുത്ത ടേം, നെക്സ്റ്റ് ടേം. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുക, ഇത് ഫ്യൂച്ചർ ഇവന്റ് ആണ്, പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ദ നെക്സ്റ്റ് ടേം ബിഗിൻസ് ഓൺ ജാനുവരി 12 അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ടേം സ്റ്റാർട്ട്സ് ഓൺ ജാനുവരി 12. നമുക്ക് ബിഗിൻ എന്ന വെർബും ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്, സ്റ്റാർട്ട് എന്ന വെർബും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു എസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക, കാരണം സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ടേം എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗൺസ് വരുന്ന സമയത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. പ്ലൂറൽ നൗൺസ് ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഈ എസ് ഇങ്ങനെ ആഡ് ചെയ്യില്ല. ദ നെക്സ്റ്റ് ടേം സ്റ്റാർട്ട്സ് ഓൺ ജാനുവരി 12 അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ടേം ബിഗിൻസ് ഓൺ ജാനുവരി 12. ബിഗിനും ഉപയോഗിക്കാം, സ്റ്റാർട്ടും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് ഒരു ജോലി ലഭിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പണം തിരിച്ചു നൽകും. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ജോലി ലഭിക്കും, ഐ വിൽ ഗെറ്റ് എ ജോബ്. എനിക്ക് ഒരു ജോലി എന്ന അർത്ഥത്തിലാണ് നമ്മൾ എ ജോബ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ പണം തിരിച്ചു നൽകും. നമുക്കത് ഐ വിൽ പേ യു ബാക്ക് എന്ന് പറയാം. അത്രയും പറഞ്ഞാൽ മതി. പണം എന്നോട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ വിൽ പേ യു യുവർ മണി ബാക്ക്, അങ്ങനെയും പറയാവുന്നതാണ്. ഐ വിൽ പേ യു യുവർ മണി ബാക്ക്. ഐ വിൽ പേ യു ബാക്ക് എന്ന് പറഞ്ഞാലും ഐ വിൽ പേ യു യുവർ മണി ബാക്ക് എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ആ യുവർ മണിയോട് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ യു എന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും യുവർ മണി എന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റും ആണ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായ യു ആദ്യം വന്നു, ഡയറക്റ്റ് ഒബ്ജക്റ്റായ യുവർ മണി അത് അവസാനം വന്നു. ഐ വിൽ പേ യു ബാക്ക് എന്ന് പറഞ്ഞാലും മതി. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ക്ലോസസ് ഇതെല്ലാമാണ്. ഐ വിൽ ഗെറ്റ് എ ജോബ്, എനിക്ക് ഒരു ജോലി ലഭിക്കും. ഐ വിൽ പേ യു ബാക്ക്, ഞാൻ നിങ്ങൾക്ക് പണം തിരിച്ചു നൽകും. ഇനി ജോലി ലഭിക്കുമ്പോൾ പണം തിരിച്ചു നൽകും എന്നാണ് പറയുന്നത്. ലഭിക്കുമ്പോൾ അതിന് നമ്മൾ വെൻ എന്നൊരു കൺജങ്ഷൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക.
വെൻ ഐ ഗെറ്റ് എ ജോബ് ഐ വിൽ പേ യു ബാക്ക്. നമ്മുടെ ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ചത് ഐ വിൽ ഗെറ്റ് എ ജോബ് എന്നാണ്. നമ്മൾ പക്ഷേ ഇത് കണക്ട് ചെയ്ത് എഴുതുമ്പോൾ ഐ ഗെറ്റ് എ ജോബ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. നമുക്ക് ഈ വെൻ ക്ലോസിന്റെ പൊസിഷൻ മാറ്റാം കേട്ടോ. നമുക്കിത് വെൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഐ വിൽ പേ യു ബാക്ക് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് വെൻ ഐ ഗെറ്റ് എ ജോബ് ഐ വിൽ പേ യു ബാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വിൽ പേ യു ബാക്ക് വെൻ ഐ ഗെറ്റ് എ ജോബ് എന്നും പറയാവുന്നതാണ്. ക്ലോസസിന്റെ പൊസിഷൻ നമുക്ക് ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ക്ലോസിൽ, അതായത് വെൻ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ അല്ല, സിമ്പിൾ പ്രസന്റ് ആണ്. ശ്രദ്ധിക്കുക, കാരണം നമ്മളിങ്ങനെ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ജോലി കിട്ടിയിട്ടില്ല. ജോലി കിട്ടുക എന്നതും ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യമാണ്, പൈസ തിരിച്ചു തരിക എന്നതും ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യമാണ്. ഇങ്ങനെ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാം മെയിൻ ക്ലോസിൽ മാത്രമാണ്. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ക്ലോസ്. ഇവിടെ ഐ വിൽ പേ യു ബാക്ക് എന്ന ക്ലോസ് നമുക്ക് നോക്കിയാൽ കാണാം, ഞാൻ നിന്റെ പണം തിരിച്ചു നൽകും. അത് നോക്കിയാൽ നമുക്ക് കാണാം അതിനകത്ത് കൺജങ്ഷൻസ് ഒന്നുമില്ല, അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ക്ലോസ് ആണ്. പക്ഷെ വെൻ ഐ ഗെറ്റ് എ ജോബ് എന്ന് പറയുമ്പോൾ ആ ക്ലോസിനെ, ഐ ഗെറ്റ് എ ജോബ് എന്ന് പറയുന്ന ആ ക്ലോസിനെ വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെൻ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ക്ലോസ് ഒരു വെൻ ക്ലോസ് ആണ്. നമ്മൾ അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയും. ഇങ്ങനെ രണ്ട് ക്ലോസിലും ഫ്യൂച്ചർ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മെയിൻ ക്ലോസിൽ മാത്രമേ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കൂ. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. അതായത് ഐ വിൽ പേ യു ബാക്ക് വെൻ ഐ വിൽ ഗെറ്റ് എ ജോബ് എന്നല്ല നിങ്ങൾ പറയേണ്ടത്, ഐ വിൽ പേ യു ബാക്ക് വെൻ ഐ ഗെറ്റ് എ ജോബ് എന്നാണ് പറയേണ്ടത്. സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക, മെയിൻ ക്ലോസിൽ മാത്രം സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യാം. നമ്മളിനി വരുന്ന ലെസൺസിൽ ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കും.